വന്നാലും നിന്റെ എൻ്റെ അമ്മ കൊണ്ട് നമ്മളെ തത്തൂര ക്ലാസ്സിനോട് ചേർത്തല്ലോടോ. അമ്മക്കറിയത്തില്ല നമ്മുടെ സരളയും കമലയും അവിടെ ഉണ്ടെന്നുള്ളത്. നീ കണ്ടോ നിന്റെ കമലേ? പിന്നെ ഞാൻ കണ്ട് നിന്റെ സരള നീ നോക്കുന്നത്. എടാ അവിടെ പൈപ്പുള്ളതാ, ചവിട്ടി പഠിച്ച് കളയരുത്. ഇനി അത് പറിച്ച് വായി വെച്ചിട്ട് വേണം ചത്തുപോകാൻ. സരളയെ കാണാനുള്ളതാ. പഠിച്ച സമയത്തോ നമ്മൾ മുട്ടയാണ് മേടിച്ചത്. ഇനി നമുക്ക് അവിടെ പോയി മിടുക്കനാവണ്ടായോ? ഇവിടെ ട്യൂഷന് പോകാം. ബാ. ഇവിടെ അടുത്താണ് ട്യൂഷൻ ക്ലാസ്? ഇവിടെ അടുത്ത്. ഇവിടെ നല്ലോണം പഠിപ്പിക്കും അവൻ. ഇവിടെ പഠിച്ചിട്ട് വേണം അവിടെ പോയി നമുക്ക് ആൻസർ പറയാൻ. പിന്നെ എന്നിട്ട് വേണം നമുക്ക് നായകനാകാൻ. പണ്ടേ നായകനാകാൻ പറ്റിയില്ല. എന്റെ മുട്ടയല്ലായിരുന്നു. എന്തെങ്കിലും പറ്റിയാൽ രക്ഷപ്പെട്ടിട്ടില്ല. നമസ്കാരം സാർ. എന്താ ഇവിടെ പിരിവൊന്നുമില്ല? അയ്യോ സാറേ, പിരിവിന് വന്നല്ലേ, ട്യൂഷൻ പഠിക്കാൻ വന്നു. എന്നാ ശരി, വാ, രണ്ടുപേരും ഇരിക്കും. എന്താ പറ്റി ഈ പ്രായത്തിൽ രണ്ടുപേരോടി ട്യൂഷൻ പഠിക്കാനായിട്ട്? അത് സാറേ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ലൈനുണ്ടായിരുന്നു. സരളയും കമലയും. അവളുമാർ തത്തുല്യ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എൻ്റെ സരള അവളോ അഴകായിരിക്കും. എൻ്റെ കമല അതുക്കും മേലെ. എൻ്റെ സരളേ, എൻ്റെ കമലേ. അവന്മാരുടെ ആഗ്രഹം കൊള്ളാം. മറ്റന്മാരോ ഫീസ് തരുന്നില്ല. ഇതിന് കുറച്ച് കാശ് എടുക്കാം. നമുക്കേ പോകുമ്പോൾ ആറ്റി കുളിച്ചിട്ട് പോകാം. ശരിയാ, ഇവിടെ തൊട്ടടുത്തിൻ്റെ ആറ്. ഈ ആറ്റി കുളിക്കാൻ പറ്റത്തില്ല. ഈ അമീബ എല്ലാം കൂടെ തലയ്ക്കകത്ത് കയറിയിട്ട് പെറ്റി പേരിക്ക് തലച്ചോറെല്ലാം കൂടെ തിന്നു തീർക്കും. സാറേ, എനിക്കൊരു സംശയം. കണ്ടു പഠിക്കുക. സംശയം ബുദ്ധിയുള്ളതിൻ്റെ ലക്ഷണമാണ്. ശരി സാറേ, അവൻ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് ചോദിക്കട്ടെ. സാറേ, ഈ തലയിൽ കയറുന്ന അമീബേ ആണാണെങ്കിൽ പെറ്റ് പെരുകത്തില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ സാറേ പേടിക്കുന്നത്? എങ്ങനെ ഇരിക്കുന്നു സാറേ ബുദ്ധി? അത് ശരിയാണല്ലോ. അത് പോട്ടെ, ബുക്ക് എടുക്ക്, നമുക്ക് പഠിക്കാം. ഇതിൻ്റെ മോൻ പുതിയ ബുക്കാണ് മേടിച്ചു തന്നു. വേണ്ട, ആ പന്നൻ എഴുതിയ പഴയ ബുക്കാണ് എനിക്ക് തന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല, വ്യാഖ്യാനിക്കുക. സാറേ, അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിലെ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ ഓലപ്പരയാണ്. അപ്പോൾ രാത്രി മുള്ളാൻ മുട്ടുമ്പോൾ പേടിയാണ്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ആ സമയത്തൊക്കെ നല്ല നിലാവാണ്. വെളിയിലോട്ട് മുള്ളാനായിട്ട് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, മുറ്റത്ത് മൊത്തം തിളങ്ങുന്നതാണ്. അപ്പോൾ പൊന്നാണെന്ന് വിചാരിച്ച് ഞാൻ ഓടിച്ചു എടുത്തു കഴിയുമ്പോഴാണ് കല്ലിക്കല്ലാണ് നമ്മുടെ മിറ്റിൽ തിളങ്ങുന്നത് നിലാവെട്ടത്ത്. അങ്ങനെ എനിക്ക് മനസ്സിലായി മിന്നുന്നതെല്ലാം പൊന്നെല്ലാം. ഇപ്പം മിന്നുന്നത് ചേട്ടൻ്റെ തലയാണ്. എനിക്ക് സന്തോഷമായി, തൃപ്തിയായി. അതൊക്കെ പോട്ടെ, വൈകിട്ടെന്തോ നിങ്ങളുടെ പരിപാടി? സാറ് ലാലേട്ടൻ പാലാണ്. സാറേ, രണ്ടെണ്ണം ചെറുത് അടിക്കും വൈകിട്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മുടെ സൈഡിലൊക്കെ നിൽക്കുന്ന പുല്ല്, ഈ പുല്ല് ഓരോ ദിവസം നമ്മൾ ഓരോ തുള്ളി സ്പിരിറ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിന് ഇങ്ങനെ 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? പറയും. അതെ, ഈ സ്പിരിറ്റ് നമുക്ക് മെനക്കേടാം. ഒരുപാട് പ്രാവശ്യം സ്പിരിറ്റ് വാങ്ങിക്കാൻ കാശ് മുടക്കണം. പിന്നെ 3-4 ദിവസം അതിന് വേണ്ടി മെനക്കിടണം. ഈ പുല്ലുണക്കാൻ അതിലും നല്ല ഒരു ഐഡിയ റൗണ്ടപ്പ് ഉണ്ടല്ലോ, റൗണ്ടപ്പ്. അത് വാങ്ങിച്ചടിച്ചാൽ മതി ഒറ്റ ദിവസം കൊണ്ട്. നിനക്ക് ബുദ്ധിയില്ലെന്നാണോ പറഞ്ഞു? രണ്ടും കണക്കാം. അത് പോട്ടെ, നിങ്ങൾ എന്തിനാ മദ്യപിക്കുന്നത്? അതൊരു ശോക കഥ സാർ. എനിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്. ഞാൻ മുറപ്പിനോട് പറഞ്ഞു, നീ പോയി മീൻ മേടിച്ചിട്ട് വരാൻ. മീൻ കൂട്ടി ചോറ് കഴിക്കണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സാറേ. അവൾ മീൻ മേടിക്കാൻ പോയപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു. എന്നിട്ട് അതൊന്നും പറ്റില്ല സാറേ. അവിടെ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂട്ടി ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. സാറേ, ആ വീട്ടിലെ ഭാരം മൊത്തം എൻ്റെ തലയിലായി. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ അവളെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ 2 ചെറിയ പെങ്കടിക്കും. ശരിയാ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. കാര്യമായ കാര്യം ആർക്കായാലും വിഷമം വരും. ഇതാ തൊൺമണി മക്കൾ ചോത്തെ സരികുമാർ പറയുന്ന അറിയാം.
അതാ മണ്ട സാറിന് അറിയത്തില്ലല്ലോ.